ഹലോ. അപ്പോൾ ഇന്നൊരു ഓണം ഷോപ്പിംഗ് വ്ളോഗാണേ. ആദ്യം നമ്മൾ തുണിക്കടയിലാണ് കയറിയത്. ഞാനും നാത്തൂനും കൂടിയിട്ടാണ് ഷോപ്പിങ്ങിന് ഇറങ്ങിയത്. കുറച്ച് ലൈനിങ് വാങ്ങിക്കണമായിരുന്നു, മോൾക്കൊരു തൊപ്പി വാങ്ങിക്കണം, പിന്നെ എനിക്കൊരു പാൻറ്റ്, അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. ഞങ്ങളുടെ ഭരതന്നൂരുള്ള GK ടെക്സ്റ്റൈൽസിലാണ് കയറിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും മുന്നിൽ കണ്ടത് ഒരു ഓണ പച്ചക്കറി കട, ഓണ സ്പെഷ്യൽ പച്ചക്കറി കടയിലായിരുന്നു. അത് നമ്മുടെ അവിടെയുള്ള പച്ചക്കറി കടയല്ല, ഓണത്തിന് ഉള്ള നമ്മുടെ കടയില്ലേ, ഓണച്ചന്ത, അങ്ങനെയുള്ള ഒരു കടയായിരുന്നു. അങ്ങനെ അവിടെ ചെന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഉത്രാടവും നബിദിനവും കൂടി ഒരുമിച്ച് വന്ന ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ പോയ ടൈമിൽ റോഡിൽ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓണച്ചന്ത വൈകുന്നേരമാണ് ഭയങ്കരമായിട്ട് തിരക്ക് വരുന്നത്. നമ്മുടെ ഭരതന്നൂരം നിൽക്കാനേ പറ്റത്തില്ല, ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ നിന്നപ്പോഴത്തേക്കും നബിദിന റാലി പോവുകയാണ്. നബിദിന റാലി പോകുന്നത് നമ്മൾ കുറച്ച് താമസിച്ചു പോയി. അപ്പോൾ റാലിയുടെ അവസാന ഘട്ടമായിട്ടാണ് ഇത് പോകുന്നത്. മുട്ടായൊക്കെ തീർന്നു, നമുക്ക് മുട്ടായൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കൊച്ചു മക്കളിങ്ങനെ പോകുന്ന കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് നൊസ്റ്റാൾജി അടിച്ചു. നമ്മൾ പണ്ട് നബിദിനത്തിന് ഇങ്ങനെ പള്ളിയിൽ ഫർദയൊക്കെ ഇട്ട് നമ്മളിങ്ങനെ പോയിട്ടുണ്ടല്ലോ, അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. കുട്ടിയൊക്കെ ടാറ്റയൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും ഈ നബിദിനത്തിന് നമ്മൾ കണ്ടുവരുന്നത് പ്രത്യേക സംഭവമാണല്ലോ, ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നത്, പാട്ടൊക്കെ ഇട്ടിട്ട്, അതും നമ്മൾ കണ്ടു. പിന്നെ ഇതാണ് നമ്മുടെ ഭരതന്നൂരിലെ ചന്തയുടെ എൻട്രൻസ്. പിന്നെ ഓണച്ചന്തയ്ക്കുള്ള കടകളൊക്കെ തയ്യാറായി ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ റോഡ് കുറച്ചൊന്ന് കാലിയാണ്, കാരണം നബിദിനമൊക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കാം. രാവിലെ അത്ര വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഈ നമ്മുടെ ഭരതന്നൂർ ഈ ടൈമിലൊന്നും ഇങ്ങനെയൊന്നും അല്ല. പക്ഷേ വൈകുന്നേരം ഭയങ്കര തിരക്കായിരിക്കും ഓണച്ചന്തയൊക്കെ ആകുമ്പോഴത്തേക്കും. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നപ്പോഴേക്കും ദഫ്മുട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ മക്കൾ നല്ല ഭംഗിയായിട്ട് ദഫ്മുട്ട് കളിക്കുന്നുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അങ്ങനെ ആ ദഫ്മുട്ടൊക്കെ കണ്ടുകൊണ്ട് നിന്നു. ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് താമസിച്ചെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് നമ്മൾ ഈ ദഫ്മുട്ടിൽ തന്നെ ഒതുങ്ങിപ്പോയത്. കാരണം ഒരുപാട് നല്ല ഘോഷയാത്രയിൽ നല്ല പരിപാടികളൊക്കെ ഉണ്ട്. കാരണം മുട്ടായി വിതരണം, നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇറങ്ങിയത് കുറച്ച് താമസിച്ചു പോയി, അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കാഴ്ചയിൽ മാത്രം ഒതുങ്ങാൻ പറ്റിയത്. എന്നാലും നല്ല രസമുണ്ടായിരുന്നു. കുട്ടികൾ, നല്ല കുഞ്ഞു മക്കൾ നിന്ന് കളിക്കുന്ന കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അവിടെ തന്നെ നിന്നില്ല, പിന്നീട് മുന്നോട്ട് നടന്ന് പിന്നെ കുറേ കടകളിൽ കയറാനുണ്ടായിരുന്നു. പിന്നെ ഫാൻസിയിൽ കയറണം, അതുപോലെ തന്നെ ഇനിയും പച്ചക്കറി കടയിൽ കയറണം, അതേപോലെ സ്റ്റേഷനറി കട, അങ്ങനെ ഒരുപാട് കടകളിൽ കയറണമായിരുന്നു. അവിടെ നിന്ന് ഇവിടെ നിന്നായിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും കുറേശ്ശെ സാധനങ്ങൾ, പാല്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഫ്രഷായിട്ട് വാങ്ങിക്കണമല്ലോ, അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പിന്നെ മോൾക്ക് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഫാൻസിയിൽ കയറിയത്. ഞാനങ്ങനെ ഫാൻസിയിൽ കയറുന്ന ഒരാളെ അല്ല, ഫാൻസി ഐറ്റംസോ അങ്ങനെ ഒന്നും ഞാനങ്ങനെ ഇടാറേ ഇല്ല. മോളായതിനു ശേഷം മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫാൻസിയിലൊക്കെ കയറുന്നത്. മോൾക്കിപ്പോൾ 7 മാസമേ ആയിട്ടുള്ളൂ, ഇനിയിപ്പം കയറാൻ കിടക്കുന്നതേ ഉള്ളല്ലേ. അപ്പം ഞാനിങ്ങനെ അധികം ഫാൻസിലൊന്നും കയറാത്തത് കൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സാധനങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഫാൻസിയിലൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്, എന്നിരുന്നാലും ഇങ്ങനെ ഒരു പർച്ചേസിന് വേണ്ടിയിട്ടൊന്നും ഞാൻ അങ്ങനെ ഒരുപാട് പോയിട്ടില്ല. അങ്ങനെ ഇത് കണ്ടില്ലേ, നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവൾ കുറച്ചുകൂടെ ഒന്ന് വളരുമ്പോഴത്തേക്കും ഈ മാലയും സംഭവങ്ങളും ഒക്കെ അവളെയും കൊണ്ടുവന്ന് വാങ്ങിക്കാനുള്ളതാണ്. ഓക്കെ. അങ്ങനെ പിന്നെ അവളുടെ തലയിൽ വെക്കാനുള്ള ക്ലിപ്പ് ഞാൻ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ആകെ കുറച്ച് മുടിയേ ഉള്ളൂ, എന്നിരുന്നാലും നമ്മളുടെ സന്തോഷം. അങ്ങനെ എനിക്ക് അവിടെ ഏറ്റവും ഭയങ്കരമായിട്ട് ഒരു ക്ലിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയുടെ ഒരു ക്ലിപ്പ്. പക്ഷേ അത് അവൾക്ക് ഇപ്പോൾ തലയിൽ വെക്കാനുള്ള പരുവം അവൾക്കായിട്ടില്ല. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ ആ ഒരു മോഡൽ അവൾക്ക് ഇപ്പോൾ വെക്കാൻ പറ്റത്തില്ല. അവൾ കുറച്ചുകൂടെ കുഞ്ഞല്ലേ, കുറച്ചുകൂടെ വളരുമ്പോഴത്തേക്കും അത് വെക്കാൻ പറ്റും. പിന്നീട് ഒരു സ്റ്റേഷനറി കടയിൽ കയറി ഞങ്ങൾക്ക് അവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പാലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഒരു സാധനം മറന്നതുകൊണ്ട് വീണ്ടും മറ്റൊരു ഫാൻസിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആ സാധനം എന്താണെന്ന് വഴിയെ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ വീണ്ടും വേറൊരു പച്ചക്കറി കടയിൽ കയറി. നമ്മുടെ ഭരതന്നൂർക്കാരല്ലേ, അപ്പം എല്ലാ കടയിലും കയറി നമ്മളൊന്ന്
എക്സ്പ്ലോർ ചെയ്യണ്ടേ. എല്ലാവർക്കും നമ്മൾ ഒറ്റ കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നത് ശരിയല്ലല്ലോ. എല്ലാവരും കച്ചവടത്തിനല്ലേ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോരോ കടകളിലായിട്ട് ഇങ്ങനെ കയറുകയാണ്. അങ്ങനെ നമ്മൾ അടുത്ത പച്ചക്കറി കടയിൽ കയറി വെട്ടുമലക്കറിയൊക്കെ വാങ്ങിച്ച് നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത് നമ്മൾ എന്തിനാണ് ഫാൻസി കടയിൽ കയറിയത് എന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. മോക്കൊരു പന്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. ഓണമൊക്കെ അല്ലേ, അതുകൊണ്ട് മോക്കൊരു പന്ത് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ മോൾ ആദ്യമായിട്ട് ഇങ്ങനെ പന്ത് കാണുമ്പോഴുള്ള റിയാക്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സംഭവം എന്ന് അവൾക്കറിയില്ല, അപകടകാരിയാണോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ആദ്യം വാങ്ങിക്കാൻ ചെറിയൊരു പാടുണ്ടായിരുന്നു. പിന്നെ ഉരുണ്ടൊക്കെ പോയപ്പോഴത്തേക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞൊന്ന് അടിച്ച് നോക്കുകയാണ്. അടിച്ച് നോക്കിയപ്പോഴത്തേക്ക് കുഴപ്പമില്ല, നല്ല കളിക്കാനുള്ള കളിപ്പാട്ടം തന്നെയാണെന്ന് മനസ്സിലായി. പിന്നെ അങ്ങോട്ട് കളിയായിരുന്നു, കളിയും കടിയും ഒക്കെ തന്നെയായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ടാറ്റാ.